ഹായ് നമസ്കാരം, ഞാൻ മുബാറക് സി ജെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഫ്രീ ആയിട്ടുള്ള തീം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ കുറച്ച് അപ്ഡേറ്റഡ് വീഡിയോ ആണ്. ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഫണ്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പെയ്ഡ് തീം, ഒരു തേർഡ് പാർട്ടി പെയ്ഡ് തീം പർച്ചേസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്ത് സ്റ്റോർ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷോപ്പിഫൈ സ്റ്റോറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫ്രീലാൻസ് ആയിട്ട് ഷോപ്പിഫൈ സ്റ്റോർ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന വർക്കുകളൊക്കെ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേഷൻ, അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, വാട്സപ്പ് ഓട്ടോമേഷൻ, ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷോപ്പിഫൈയിൽ നിങ്ങൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 രീതിയിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ സ്റ്റോർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഷോപ്പിഫൈയിലുള്ള ഫ്രീ ആയിട്ടുള്ള തീം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈയിൽ തന്നെ അവരുടെ തീം സ്റ്റോറിലുള്ള തീം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ തീം സ്റ്റോറിലുള്ള ഈ ഷോപ്പിഫൈ തീമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് മിനിമം ഒരു $300 വരും ഷോപ്പിഫൈൻ്റെ തീം സ്റ്റോറിൽ പോയിട്ട് നിങ്ങളൊരു തീം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ നിങ്ങൾക്ക് 4/1 ഭാഗം മാത്രമാണ് തേർഡ് പാർട്ടി ഷോപ്പിഫൈ തീംസ് പർച്ചേസ് ചെയ്യാൻ കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഷോപ്പിഫൈൻ്റെ തീം പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഷോപ്പിഫൈ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൊമൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറൊരു കാര്യം കൂടെ ഞാനിതിൽ കൂട്ടിച്ചേർക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പം ഓൺലൈൻ വഴി, അതായത് ഇൻസ്റ്റഗ്രാം പേജ് വഴിയൊക്കെ വളരെ സജീവമായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷോപ്പിഫൈ പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്കൊരു പരിധിയിൽ കൂടുതൽ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് DM ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇനി നിങ്ങൾ DM ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്കൊരു സ്റ്റോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കസ്റ്റമറുടെ അഡ്രസ്സ് കളക്ട് ചെയ്യുക, പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഈസി ആവും. കാരണം നിങ്ങൾ നോർമൽ രീതിയിൽ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 100 ആൾ 1000 ആളുകൾക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മാനുവലി ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് റീപ്ലൈ കൊടുക്കാൻ ഡിലേ ആവുകയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഡർ മിസ്സായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെയ്ഡ് ആയിട്ടുള്ള ആഡും റൺ ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് ഓർഡർ കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ മാൻ പവർ വളരെയധികം കുറയ്ക്കാനും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഷോപ്പിഫൈ തീം പർച്ചേസ് ചെയ്യണം, എങ്ങനെ ഷോപ്പിഫൈ തീം അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റോർ സെറ്റപ്പ് ചെയ്യും, പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എവിടെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, ഡൊമൈൻ എങ്ങനെ കണക്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിയർ ആവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്നിട്ടും മനസ്സിലാവുന്നില്ല, വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് നമുക്കൊരു പെയ്ഡ് തീം, അതായത് ഇതുപോലുള്ളൊരു പെയ്ഡ് തീം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഷോപ്പിഫൈ സ്റ്റോർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള തീം ഉപയോഗിച്ച് എങ്ങനെ ഷോപ്പിഫൈ സ്റ്റോർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുൻപ് ഞാൻ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെയ്ഡ് ആയിട്ടുള്ള തീം നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്ത തീം എങ്ങനെ നിങ്ങൾക്ക് ഈ ഷോപ്പിഫൈയിലേക്ക് അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് അതിനെങ്ങനെയാണ് കസ്റ്റം ചെയ്തെടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്.
അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലുമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തീം യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഷോപ്പിഫൈ തീമുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തീം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷോപ്പിഫൈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോപ്പിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ നേരെ ഷോപ്പിഫൈൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങളെ ഇമെയിൽ ഇവിടെ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അത് ഇങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ പറയാം. അപ്പം ഈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഷോപ്പിഫൈയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ഫ്രീ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇവിടെ സൈനപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി എനിക്കിതിൽ അക്കൗണ്ട് ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ സൈൻ ഇൻ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് അത് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും, അത് വെരിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 ദിവസമാണ് ട്രയൽ കിട്ടുക. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡിലേക്ക് മാറും. അതല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ടെമ്പററി ഡിസേബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിലവിൽ ഷോപ്പിഫൈൻ്റെ പുതിയൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ 20 രൂപക്ക് 3 മാസം, അതായത് ഓരോ മാസം 20 രൂപ മാത്രം റെൻറ്റ് കൊടുത്താൽ മതി. അതല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു 3 മാസം കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലാനുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാനാണോ ചൂസ് ചെയ്യുന്നത് ആ പ്ലാൻ അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രൈ ഫോർ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് 3 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാനാണോ ചൂസ് ചെയ്തത് ആ പ്ലാനിൻ്റെ ബില്ലിംഗ് ആയിരിക്കും വരിക. അപ്പോൾ 1499 മുതൽ നിങ്ങൾക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനൊക്കെ ചൂസ് ചെയ്താൽ മതിയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്ലാനും ചൂസ് ചെയ്യാം. അപ്പം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനും ഡൗൺഗ്രേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ UPI ID അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് കട്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങളെ UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ഓട്ടോ പേ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് 20 റുപ്പീസാണ് പോവുക. പക്ഷേ നിങ്ങളവിടെ അപ്രൂവൽ വരുന്ന സമയത്ത് അവിടെ 5000 എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളത് പറയണമെന്ന് ആവണ്ട, കാരണം അത് 5000 വരെ അവർക്ക് ആ ഒരു പേയ്മെൻറ്റ് പിടിക്കാനുള്ള ഒരു പെർമിഷൻ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് സെറ്റ് ചെയ്താണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഞാൻ ട്രയൽ വേർഷൻ മാത്രം, അതായത് 3 ഡേയ്സ് ട്രയൽ വെച്ച് ഞാനിവിടെ 3 ഡേയ്സ് ട്രയൽ വേർഷനിലാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാനിവിടെ ഇത് സ്കിപ്പ് ചെയ്യണം, ഇപ്പോൾ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകാമെന്ന്. പിന്നെ ഇവിടെ നിങ്ങളോട് ചോദിക്കും വുഡ് യു ലൈക്ക് ടു സെൽ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക. ഇവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതുപോലെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തീമാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും എന്ത് ചെയ്യുക, ഇതിലുള്ള ഫ്രീ തീം ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അതിൽ കവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനിതിൽ തേർഡ് പാർട്ടി സൈറ്റുകൾ നമ്മൾ പർച്ചേസ് ഉള്ള തീം എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഇമ്പോർട്ട് തീം എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് അപ്ലോഡ് സിപ്പ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനിവിടെ ഒരു തീം ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫയലായിരിക്കും വരിക. അത് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അപ്ലോഡ് മീ എന്ന് പറഞ്ഞ ഒരു ഫയൽ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇമ്പോർട്ട് തീം എന്നുള്ളതൊട്ട് വന്നിട്ട് തന്നെ അപ്ലോഡ് സിപ്പ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഡെസ്റ്റിനേഷനിലാണോ ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണുള്ളത്. അപ്പം ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ അത് അപ്ലോഡ് മീ എന്ന് പറഞ്ഞ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അപ്ലോഡ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തീം ഇതിലേക്ക് അപ്ലോഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാളിങ് തീം എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നമ്മുടെ തീം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് പ്രൈമറിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഫസ്റ്റ് ടോപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് പഴയ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള തീമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് എഡിറ്റ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് തീം എന്നുള്ളത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ എക്സിറ്റ് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ പേജസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓരോ പേജസിലെ ഡിസൈനിലൊക്കെ ചേഞ്ചസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഓരോ പേജസ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഹോം പേജ്, പ്രൊഡക്ട്സ്, കളക്ഷൻസ് നോക്കിയിട്ട് ഒരുപാട് പേജസ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നാണ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ഹോം പേജാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓരോ പേജിലും വരുത്തുന്ന മാറ്റങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊബൈൽ വ്യൂ എങ്ങനെ വരികയാണ്, ഫുൾ സ്ക്രീൻ വരിക എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മൊബൈലിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ വ്യൂയിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ എഡിറ്റിംഗ് കൊണ്ടുവരാവുന്നതാണ്.
അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് വ്യൂ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഇട്ടിട്ടാണ് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇടത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ സെക്ഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴെ തീം സെറ്റിങ്സ്, പിന്നെ ആപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനാണ് കൂടുതൽ ഉപയോഗിക്കാനുണ്ടാവുക, അതായത് സെക്ഷനും അതേപോലെ തന്നെ തീം സെറ്റിങ്സും. തീം സെറ്റിങ്സിലാണ് നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടാവും, അതേപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ഈ തീം സെറ്റിങ്സിലാണ് പറ്റുക. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ സെക്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ തീം സെറ്റിങ്സിലാണ് കളർ ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റൈലുകളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഈ തീം സെറ്റിങ്സിലാണ് പറ്റുക. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ഒരു സെക്ഷനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് പറ്റുക. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണത് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ ചെയ്യുന്നത് ഈ അനൗൺസ്മെൻറ്റ് ബാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ബാറിൽ എങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ ടെക്സ്റ്റുകൾ എങ്ങനെ മാറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അനൗൺസ്മെൻറ്റ് ബാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി അനൗൺസ്മെൻറ്റ് ബാർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഡിസേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എനേബിൾ എന്നുള്ള മാറ്റി ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ബാർ അവിടെ നിന്ന് പോകും. അപ്പോൾ ഞാനിവിടെ എനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ടെക്സ്റ്റ് വിത്ത് ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ടെക്സ്റ്റ് 2 എന്ന് പറയുന്നതായിരിക്കും ഫസ്റ്റിൽ വരിക, ടെക്സ്റ്റ് എന്നുള്ളത് രണ്ടാമതായിട്ടും വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു കളർ മാറ്റേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്റ്റോറിലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ കൂപ്പൺ കോഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഏതെങ്കിലും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ സിമ്പിളാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ സ്റ്റോർ റൈറ്റ് എന്നുള്ളത്, ഞാനിപ്പോൾ ഇവിടെ മാറ്റപ്പോൾ ഇവിടെ മാറ്റം വന്നു. പിന്നെ ട്രൈ ഷോപ്പിഫൈ സ്റ്റോർ ഫ്രീ എന്നുള്ളത് കണ്ടില്ലേ, ഇപ്പോൾ ഫ്രീ ഒഴിവാക്കണമെങ്കിൽ ഫ്രീ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇനി പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലെങ്ത്ത് കൂടരുത്, വളരെ മിനിമലായിട്ടുള്ള, ഇപ്പോൾ ഈ ഇതിൽ കാണുന്ന അത്രയും ലെങ്ത്തുള്ള കണ്ടൻറ്റുകൾ മാത്രം ആഡ് ചെയ്യാം, മറ്റത് ബോറായിട്ട് വരും. ഇപ്പോൾ ഇത് മൊബൈൽ വ്യൂവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലായിരിക്കും മൊബൈൽ വ്യൂവും വരിക. അപ്പോൾ ഇനി ഇതിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അനൗൺസ്മെൻറ്റ് ബാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ പറ്റും, ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും ഈ കളറ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. തീം സെറ്റിങ്സിൽ കളേഴ്സ് അനൗൺസ്മെൻറ്റ് ബാർ എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കളേഴ്സ് അനൗൺസ്മെൻറ്റ് ബാർ. അപ്പോൾ ഇവിടെ 3 കളറാണുള്ളത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ആ ഗ്രീന്. അത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളർ ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ഒരു കളർ തൽക്കാലികം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് കൊടുക്കാം. ഞാൻ ബ്ലൂ എന്നുള്ള കളറിലേക്ക് മാറ്റുന്നുണ്ട്, ടെക്സ്റ്റ് കളർ മാറ്റുന്നുണ്ട്. ഇനി ഈ ലിങ്ക് എന്ന് പറഞ്ഞിടത്ത് ബ്ലാക്ക് എന്ന് കാണിക്കണം. അപ്പോൾ ഇതെന്താണ് കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ സ്റ്റോർ റൈറ്റ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഹൈപ്പർ ലിങ്ക് പോലെ ഒരു ലിങ്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് കളറിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള കളർ തന്നെ അല്ലെങ്കിൽ 2 ഒരേ കളർ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് എന്നുള്ളത് കളർ സെയിം ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫറെൻറ്റ് കളർ കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് അവിടെ ഒന്ന് ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ബ്രാൻഡിങ്ങിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ബാർ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബാനർ ഗ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെയാണ്, ഇപ്പോൾ ഇവിടെ മെനു ലോഗോ ഒക്കെ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. പേജ് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം മെനുവിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ലാസ്റ്റിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാനർ ഗ്രിഡിൽ ഇവിടെ ബാനറുണ്ട്, 2 ബാനറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ബാനറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബാനർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാനർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇവിടെ ആഡ് ബാനർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ബാനർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ബാനറിൽ പോസ്റ്റർ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഈ ബാനർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ബാനർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് നമുക്ക് ഇതിലൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇമേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോയും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ടൈറ്റിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സെലക്ട് ഇമേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഇമേജസിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ഇമേജസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇമേജിന് നമുക്ക് കുറച്ച് ചേഞ്ചസുകൾ വരുത്തണം. കാരണം നമ്മളുടെ ഈ ഒരു ഷോപ്പിഫൈ എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡിങ് ഒക്കെ ഈ ഒരു കളറിലേക്ക് മാച്ച് ആവണില്ല. അപ്പോൾ അത് എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ബാനറിൻ്റെ ഇമേജുകളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജും കൂടെ ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ലാസ്റ്റിൽ ബാക്കിയുള്ള ചേഞ്ചസുകൾ എങ്ങനെ വരുത്തുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ഇമേജസുകൾ ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തൊട്ട് താഴെ ജസ്റ്റ് ഒരു നമുക്ക് ഫുൾ സ്ക്രീനിൽ എങ്ങനെ വരിക. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഫുൾ സ്ക്രീനിൽ വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ താഴെയുള്ള ഈ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് പറയാം. അതിന് മുമ്പ് മൊബൈൽ വ്യൂ കൂടെ എങ്ങനെ നോക്കാം. മൊബൈൽ വ്യൂ ഇതുപോലെയാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാനർ ഗ്രിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അപ്പോൾ അത് നോർമലായിട്ട് വന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഇന്നർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടേതായ സ്റ്റൈലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇതിനിപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാം. അപ്പം അതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മളിവിടെ ഈ താഴെയുള്ള ആ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് ജസ്റ്റ് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റും. ഈ രീതിയിലായിരിക്കും ഫുൾ സ്ക്രീൻ വരിക. പിന്നെ താഴെ ഇവിടെ വന്നിട്ട് നമുക്ക് ബാനറിലേക്ക് തന്നെ വരിക. ബാനറിൽ വന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ടൈറ്റിലിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടൈറ്റിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. എന്തെങ്കിലും ടൈറ്റിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാത്ത രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾ ചെയ്യുക, അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളൊക്കെ കൂടുതലും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ലൈഡിൽ ജിഫ് ഫോർമാറ്റിൽ ചെയ്യും. അതായത് അവർ ഓൾറെഡി ഇമേജിൽ തന്നെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കളർ കോമ്പിനേഷൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഇത് റെഗുലറായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊക്കെ ഇങ്ങനെ നിങ്ങൾ സ്ലൈഡൊക്കെ മാറുന്ന ഒരു രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇമേജസിൽ ജിഫ് ഫോർമാറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് മൊബൈൽ വ്യൂവിലേക്ക് വരുമ്പോൾ എങ്ങനെ സ്യൂട്ടബിൾ ആവും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഇതിൽ നമുക്ക് മൊബൈൽ വ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമേജസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്യാപ്ഷൻ ബോക്സ് മൊബൈൽ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മൊബൈൽ ഇമേജ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മൊബൈൽ ഇമേജസ് ഏതാണോ അത് മൊബൈൽ വ്യൂവിൻ്റെ സൈസിലേക്ക് മാറ്റിയിട്ട് ആ ഒരു സൈസിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ മൊബൈൽ വ്യൂവിലേക്ക് വേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഇമേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീൽസിലേക്കൊക്കെ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സൈസിൽ സെറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഇമേജസ് കൊടുത്തിട്ട് ഇതിലുള്ള ടെക്സ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ട് താഴേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ യൂസ് കസ്റ്റം ക്യാപ്ഷൻ കളറൈസേഷൻ എന്നുള്ള ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണ് അത് സെലക്ട് ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്ത് ഞാൻ കാണാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ രീതിയിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വൈറ്റിലേക്ക് വേണമെങ്കിൽ വൈറ്റിലേക്ക് കൊടുക്കാം. സബ് ടൈറ്റിൽ എങ്ങനത്തെ കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷന്, ബാക്ക്ഗ്രൗണ്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാം. പിന്നെ ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് ഈ കോൾ ആക്ഷൻ സബ് ടൈറ്റിലും കൂടെ എവിടെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ടൈറ്റിൽ ഇവിടെയാണ് സെറ്റ് ചെയ്യുക. സബ് ടൈറ്റിൽ ഇവിടെ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ഇവിടെയാണ് ഡിസ്ക്രിപ്ഷനാണ് സെറ്റ് ചെയ്യുക. അതാണ് ഇവിടെ വരിക. പിന്നെ ഇനി നിങ്ങൾക്ക് നോക്കേണ്ടത് ബട്ടണാണ്. ഇപ്പോൾ ഈ ഷോപ്പ് നൗ ബട്ടൺ എന്നുള്ളത് അതിൽ വരുന്ന കണ്ടൻറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും കസ്റ്റം ടെക്സ്റ്റ് എന്നുള്ളത്. സ്റ്റാർട്ട് ഫ്രീ ട്രയൽ സ്റ്റോർ എന്നുണ്ടല്ലേ, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ കളറും വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് പ്രൈമറി കളർ, സെക്കൻഡറി കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ്, അതായത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അത് സെറ്റ് ചെയ്യേണ്ടത് നേരെ മുകളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാനർ എന്ന് കാണാൻ പറ്റും, ബാനർ ലിങ്ക്. ഇപ്പോൾ ഇവിടെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പേജാണോ കളക്ഷൻ ലിസ്റ്റ് ആണോ അതിലേക്ക് പോകേണ്ട രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് സേവ് ചെയ്യുന്നത്, സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് ഈ ബാനർ സെക്ഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ വന്നിട്ട് നിങ്ങൾ കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഓൾറെഡി ഈ തീമിൽ ഡിഫോൾട്ടായിട്ട് കുറേ കളറുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കളറിലേക്ക് മാറിപ്പോണത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഇനി ചെയ്യാൻ പോണത്, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ അടുത്ത ഒരു സെക്ഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അടുത്ത സെക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഐക്കൺസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ഈ ഐക്കൺസിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ
ഈ ഒരു ഐക്കൺസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഇമേജ് ഐക്കൺസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഈ പ്രസൻറ്റ് ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണോ അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺസ് ഇവിടെ പ്ലേസ് ആവും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐക്കൺ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐക്കൺസ് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഐക്കൺസ് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐക്കൺസ് ഈ രീതിയിലാണ് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഐക്കൺസ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐക്കൺസ് ഇവിടുന്ന് പോകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഐക്കൺസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഈ ഐക്കൺസിൻ്റെ ഉള്ളിലൊരു സെക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് മൗസ് കൊണ്ടുവെക്കുക. അപ്പോൾ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളോട് ചോദിക്കും എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഐക്കൺസ് ആണെങ്കിൽ ഐക്കൺസും സെർച്ച് ചെയ്യുക. അപ്പോൾ ഐക്കൺസിൽ ഏതൊക്കെ മോഡലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡലാണ് വേണ്ടത് ആ ഒരു മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പല മോഡലുള്ള ഐക്കൺസും ഇവിടെ കാണാൻ പറ്റും. ഒരു 4-5 മോഡലുള്ള ഉണ്ട്. നമ്മൾ ഓൾറെഡി ഉള്ളത് ഈ ഒരു മോഡലിലാണ്. നിങ്ങൾക്ക് ബോർഡറൊക്കെ ഉള്ള മോഡൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ, ഈ ഒരു കളറ്, ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുമെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ വന്നിട്ട് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഐക്കൺസ് എന്ന് പറഞ്ഞ പേജ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യില്ല. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഐക്കൺസിൻ്റെ സെക്ഷന് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് കാറ്റഗറി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാറ്റഗറി വുമൺ, കാറ്റഗറി മെൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാറ്റഗറി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കാറ്റഗറി സെറ്റ് ചെയ്യാം. അതല്ല ഇപ്പം ലേഡീസ് വെയർ ആണെങ്കിൽ ലേഡീസ് വെയറിലുള്ള കാറ്റഗറി ആക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് ജെൻസ്, ലേഡീസ്, കിഡ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ തരം ആളുകൾക്കും സ്യൂട്ടബിൾ ആവുന്ന ഡ്രസ്സ് സെല് ചെയ്യുന്ന ഒരു സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി അതല്ല മെൻസിൻ്റെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷർട്ടിൻ്റെത്, ടീഷർട്ടിൻ്റെത്, പാൻറ്റിൻ്റെത്, അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഈ ഒരു രീതിയിൽ തന്നെ പോയിക്കോട്ടെ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ഇമേജസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ ഈ ഒരു സൈഡിലേക്ക് വരാം. അപ്പോൾ അതായത് നമുക്ക് എപ്പോഴും ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കുറച്ച് ഭാഗം പ്ലേസ് ആവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീന് ചെറുതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 14 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് പോകുമ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഈ സൈഡിൽ തന്നെ ആയിരിക്കും വരിക. അപ്പം ഇപ്പോൾ ഈ സൈഡിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാറ്റഗറിയിൽ മെന്നിൽ ഇവിടെ ഒരു വുമൺ കാറ്റഗറിയിൽ പെട്ട ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ കാറ്റഗറിയിലേക്ക് വേണ്ട ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കാറ്റഗറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഈ സൈഡിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടൈറ്റിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഷർട്ടാണെങ്കിൽ ഇപ്പോൾ ജെൻസിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഷർട്ട് മാത്രമാക്കാം, പാൻറ്റ് മാത്രമാക്കാം, അതെങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റിൽ ഇതിലേക്ക് വേണ്ട ഒരു ഇമേജാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണുന്ന ന്യൂ ഐറ്റം, അതേപോലെ 15 ഐറ്റം സെയിലായി ഇങ്ങനെയുള്ള ഓപ്ഷനൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ഇവിടെ ഒഴിവാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. അപ്പോൾ ഈ കൗണ്ട് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ഇതിലിപ്പോൾ ആഡ് ചെയ്യണില്ല, കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷൻ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു കാര്യം, കാറ്റഗറി ഇപ്പോൾ നമ്മൾ ഒരു മോഡൽ കാറ്റഗറിയാണ് കണ്ടത്. വേറെ ഏതെങ്കിലും മോഡൽ കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം, സെർച്ച് ചെയ്യാം, കാറ്റഗറി സ്റ്റൈൽ എന്നുള്ള കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു ഐക്കൺ ചേഞ്ച് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിലും ചേഞ്ചസ് വരുത്താം. അപ്പോൾ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കാറ്റഗറീസ് എന്നുള്ള സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറീൻ്റെ മോഡൽ കാണാൻ പറ്റും, ഏതൊക്കെ മോഡലിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും മോഡലുണ്ടോ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്വയർ സ്റ്റൈൽ വേണ്ട എന്നുണ്ടെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മോഡൽസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മോഡൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ കാറ്റഗറീസ്, അതായത് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിനും സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഓരോ കാറ്റഗറി കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക,
ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാറ്റഗറി ഇവിടെ ഒരു കാറ്റഗറിയിൽ വരുന്ന മോഡൽസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും ഈ സ്ക്വയർ സൈസുള്ള ഇത് നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇമേജസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ റൗണ്ടിലായിരിക്കും വരേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാറ്റഗറി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആ ഫസ്റ്റിലുള്ള ഒരു ഓപ്ഷൻ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് വേണ്ട, അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സേവ് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താനുള്ളത് ഈ അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ന്യൂ സെയിൽ അല്ലെങ്കിൽ ന്യൂ ട്രെൻഡിങ് പ്രൊഡക്റ്റ് എന്നൊക്കെ കൊണ്ട് കൊടുക്കാം. ഇപ്പോൾ 2 സെക്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കരോസൽ ടാബിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് നിങ്ങളുടെ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് സോർട്ട് ചെയ്യാൻ വേണ്ടി ട്രെൻഡിങ് കളക്ഷൻ എന്നൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഉപയോഗപ്പെടുത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടാബ്, അപ്പോൾ ഈ പ്രൊഡക്റ്റ് കരോസൽ ടാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതിയില്ല, ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ നേരെ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ കളക്ഷൻ കൊടുക്കുക. ഒരു ക്രിയേറ്റ് കളക്ഷനിൽ കൊടുത്തിട്ട് ട്രെൻഡിങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഈ സ്റ്റോറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് അല്ല, ഏറ്റവും കൂടുതൽ മൂവിങ് ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ഐഡിയ പോലെ ചെയ്യുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നെന്ന് മാത്രം. അപ്പോൾ എന്നിട്ട് അതായത് നിങ്ങൾക്ക് ഞാനൊന്നുകൂടെ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു 3 പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നതാണ്, കൂടുതൽ എൻക്വയറി വരുന്നതാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അധികം ആളുകളും കോൺടാക്ട് ചെയ്തതും വെബ്സൈറ്റിൽ കയറി നോക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു കാരോസൽ ടാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ട്രെൻഡിങ് പ്രൊഡക്റ്റ് എന്നുകൊണ്ട് കൊടുക്കാം. അപ്പോൾ ആ ട്രെൻഡിങ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിലെ ഹോം പേജിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് കളക്ഷനിൽ പോയിട്ട് ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കളക്ഷൻ നെയിം കൊടുത്തിട്ട് അതിലേക്ക് ആ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഓഫറിനെ ബേസ് ചെയ്തുള്ള കിടക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു സീസണായിട്ട് ഇപ്പോൾ ഓണം വരികയാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് വരികയാണെങ്കിൽ, ഈദ് വരികയാണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ ഈദിലേക്ക് വേണ്ട ട്രെൻഡിങ് പ്രൊഡക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളക്ഷൻ കൊടുത്തിട്ട് ആ ഒരു കളക്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുക, ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഈ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു രീതിയിൽ പോകും. അപ്പോൾ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇവിടെ തന്നെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ കളക്ഷൻ നെയിം കൊടുത്താൽ മതി. ഇപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ചെയ്യാനൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ഇപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 2 ടാബിൽ ആ ടാബിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ പേര് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കളക്ഷനാണ് ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ രീതിയിലാണ് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കരോസൽ ടാബ് ഏതെങ്കിലും മോഡൽ ഉണ്ടോ എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ, അതായത് പ്രൊഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവാം. അപ്പോൾ അവിടെ ഇമേജ് ഏതാണോ ആ പ്രൊഡക്റ്റിൽ കൊടുത്ത ഇമേജസ് ആയിരിക്കും ഇവിടെ വരിക കേട്ടോ. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ കാണാൻ പറ്റും, ഇന്നർ ബ്ലോക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളറിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കണ്ടൻറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ് ടൈറ്റിൽ ടെക്സ്റ്റ്. മുകൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിങ് ടെക്സ്റ്റ്, പിന്നെ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് H1 ടാഗ് വേണോ H3 വേണോ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. അത് H2 തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോണ്ട് സൈസും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഹെഡിങ്ങിൻ്റെ വെയിറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതിപ്പോൾ ഓൾറെഡി 700-ലാണുള്ളത്, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഈ രീതിയിലൊക്കെ. പിന്നെ ഹെഡിങ്ങിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ബ്ലൂയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലൂയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇത് നമുക്ക് എന്തിനാണുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലുള്ള വരുന്ന സെർച്ചും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഹോം പേജിൽ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ ഇതൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ സ്ലോയിൽ പറഞ്ഞു പോയത്. അപ്പോൾ ഞാനിനി ഇതിൽ കുറച്ച് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. കാരണം പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടി ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരങ്ങൾ ഡാഷ്ബോർഡിൽ വരാം. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും പ്രൊഡക്ട്സ്. അപ്പോൾ പ്രൊഡക്ട്സിൽ വന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ആ കളക്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ആഡ് കളക്ഷൻസ് എന്നുള്ളത് കൊടുക്കാം.
എന്നിട്ട് ഞാനിവിടെ കുറച്ച് കളക്ഷൻസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മെന്ന് കൊടുക്കാം, വുമണ്ണ് കൊടുക്കാം, ആ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് ഓരോ കളക്ഷൻസ് ആഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കളക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്. ട്രെൻഡിങ് രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണോ സെറ്റായിട്ട് കിട്ടേണ്ടത് അതൊക്കെ കളക്ഷനായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് പാൻറ്റിൻ്റെ മാത്രമായിട്ട് ഒരു സെക്ഷൻ വേണം, അതേപോലെ തന്നെ ഷർട്ടിൻ്റെ മാത്രമായിട്ട് വേണം, കുട്ടികൾക്ക് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റുള്ള കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ആ ഒരു ഭാഗം ടാഗ് ചെയ്ത് കൊടുക്കാൻ വളരെ ഈസി ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കളക്ഷൻസ് ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് കളക്ഷൻസ് ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും കളക്ഷൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈഡ് എത്ര കളക്ഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാനിതിൽ എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പ്രൊഡക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ആഡ് പ്രൊഡക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റും പ്രൊഡക്റ്റ് ടൈപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ തന്നെ കളക്ഷൻ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ കളക്ഷൻ ലിസ്റ്റിൽ ഞാൻ വുമൺ കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്ലൈറ്റ് എത്ര വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ടാഗ് കൊടുക്കണമെങ്കിൽ ടാഗ് കൊടുക്കാം. അപ്പോൾ അതൊന്നും ചെയ്യണില്ല. പിന്നെ പ്രൈസാണ്. പ്രൈസ് ഞാനിപ്പോൾ ഇവിടെ 999 കൊടുക്കാം. 999 കൊടുത്തു. പിന്നെ കമ്പയർ ആയിട്ട് പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ഓഫർ പ്രൈസ് പോലെ കാണിക്കണമെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓർഗനൈസേഷൻ ഇവിടെ കൊടുക്കാം. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫോൾട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇത് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേജുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ആ പ്രൊഡക്റ്റിൻ്റെ പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ മാറ്റി കൊടുക്കുക. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ടെംപ്ലേറ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇന്ന രീതിയിൽ വേണം എന്നുള്ളതൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരെ താഴേക്ക് വീണ്ടും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോസ്റ്റ് പെർ ഐറ്റംസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒക്കെ ഇവിടെ എന്ത് ചെയ്താൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രൈസ് കൊടുത്തു, അതേപോലെ കമ്പയർ ആയിട്ട് പ്രൈസ് കൊടുത്തു. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കോസ്റ്റ് അടിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കൊരു 450 റുപ്പീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും പ്രോഫിറ്റ് എത്രയാണ്, മാർജിൻ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻവെൻട്രി കാണാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ല ഇപ്പോൾ നിങ്ങൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരെ അവൈലബിളിൽ വരിക. അവൈലബിൾ വന്നിട്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്രയാണുള്ളത് അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൗണ്ട് കൊടുക്കാം, റെസീവ്ഡ് ഐറ്റംസ് കൊടുക്കാം, അങ്ങനെ ഏത് രീതിയിലാണോ വേണ്ടത് അങ്ങനെ രീതിയിൽ കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഒരു 10 സ്റ്റോക്ക് നിലവിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ ന്യൂവിൽ കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. 10 സ്റ്റോക്ക് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ 10 സ്റ്റോക്ക് ഓൺ ഹാൻഡ് എന്നുള്ളത് കാണാൻ പറ്റും. ഇനി നേരെ താഴേക്ക് വരിക. അപ്പോൾ ഇവിടെ ഈ പ്രൊഡക്റ്റ് വെയിറ്റ് എല്ലാം ഈ ഒരു പ്രൊഡക്റ്റിന് HSM കോഡ് വേണമെന്നുണ്ടെങ്കിൽ HSM കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് റീജിയനാണോ ആ റീജിയൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഈസി ആവും. അതേപോലെ തന്നെ ഏജൻറ്റ് HSM കോഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ GSTൻ്റെ കാര്യങ്ങൾക്കൊക്കെ അതിന് HSM കോഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ന്യൂ പാക്കേജ് എന്നാണ്. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് ടോട്ടലൊക്കെ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡെലിവറി പാർട്ണർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വെയിറ്റിനനുസരിച്ച് അവിടെ ഷിപ്പിംഗ് കോസ്റ്റൊക്കെ കാൽക്കുലേറ്റ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാക്കേജിങ്ങിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ബൈ ഡിഫോൾട്ടായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി ആഡ് ന്യൂ പാക്കേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളാണെന്നുള്ളതൊക്കെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ വെയിറ്റ്, MT എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അത് സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ ഇഞ്ചാക്കണമെങ്കിൽ എങ്ങനെയും കൊടുക്കാം. പിന്നെ ആ പാക്കേജ് നെയിം എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ബൈ ഡിഫോൾട്ടായിട്ട് എല്ലാത്തിനും എനിക്ക് തോന്നുന്നത് ഇപ്പം ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം എല്ലാത്തിനും ഒരേ സൈസായിരിക്കും, വെയിറ്റൊക്കെ നോർമലായിരിക്കും. ചിലപ്പോൾ അത് കറക്റ്റ് തന്നെ ഇടണമെന്നില്ല. കാരണം കൊറിയർ നിങ്ങൾക്ക് അറിയാലോ 500 ഗ്രാം വരെ ഒരു പ്രൈസ്, 1 kg വരെ ഒരു പ്രൈസ് ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല, നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മെറ്റാ ഫീൽഡ് എന്നുള്ളതാണ്. വേരിയൻറ്റ് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളറിലുള്ള വേരിയൻറ്റ് കൊടുക്കാം, സൈസിലുള്ളത് കൊടുക്കാം. അതായത് അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇപ്പം ഏതൊക്കെ സൈസാണുള്ളത്, XL, M ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സൈസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈസ് ഏതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക, ഏതാണോ വേണ്ടത് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റാവും.
ഇപ്പോൾ ഈ ഒരു തീം എടുക്കുന്ന ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഓരോ തീമിനും അതിനനുസരിച്ചുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു വേരിയൻറ്റിൽ നിശ്ചിത കളറുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പ്രൈസ് കൊടുക്കാനും അതിൻ്റെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ആഡ് അനദർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കളറിൻ്റെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫിറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഇവിടെ കൊടുക്കും. അപ്പം കളറായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ കളറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്ലൂ, ബ്ലാക്ക്, ഈ കാര്യങ്ങൾ കളർ ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു കളറിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സൈസാണ്, ഇപ്പോൾ ഗ്രൂപ്പ് ബൈ സൈസിലാണുള്ളത്. അപ്പം ഇവിടെ കളറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിന് ബേസിലുള്ള പ്രൈസിലോ അല്ലെങ്കിൽ ആ കളറിന് മാച്ച് ആവുന്ന ഇമേജസോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യില്ല, അങ്ങ് മാറ്റണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആ കളർ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ മാറ്റുന്ന സമയത്ത് ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പം മീഡിയം സൈസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ അതിനനുസരിച്ച് ഇവിടെ മാറും. അതേപോലെ തന്നെ ഇവിടെ കളർ കണ്ടില്ലേ, ഇപ്പോൾ ഇതിലേക്ക് മാറുന്നതനുസരിച്ച് ഇവിടെ ഇമേജസ് മാറും. ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 4 ഇമേജസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ആവണം. അതേപോലെ ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വേരിയൻറ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താലാണ് ആ രീതിയിൽ വരിക. അതേപോലെ തന്നെയാണ് സൈസിൻ്റെ കാര്യത്തിലും വരിക. സൈസാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് എന്തെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മുകളിൽ കാണാൻ പറ്റും. ഞാൻ ഇവിടെ സ്മോൾ കൊടുത്ത സമയത്ത് പ്രൈസ് മാറുന്നുണ്ടോ നോക്കാം. എക്സസ് കൊടുക്കുന്ന സമയത്ത് $83 അവിടെ കാണിക്കുന്നത്, മറിച്ച് എസ് കൊടുക്കുന്ന സമയത്ത് $84. ഇതുപോലെ നിങ്ങൾക്ക് പ്രൈസിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് പോവുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SEOനെ ബേസ് ചെയ്തുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് പ്രത്യേകമായിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വ്യൂ എങ്ങനെ വരിക എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ വരിക. അപ്പം ഇത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഞാൻ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വിവിധ തരം സൈസുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊന്നും കാണാത്ത ഞാനവിടെ സ്റ്റോക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാനിവിടെ ഇവിടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതൊക്കെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ പ്രൊഡക്റ്റ് ഏതൊക്കെ കളക്ഷൻസിലാണ് വേണ്ടത് അതൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി ബാക്കി ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാഷ്ബോർഡിലുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ളത്. അതിൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ടിംഗ് ഒക്കെ ഇവിടുന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ എക്സലിലേക്കൊക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ ഇവിടെ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് എത്ര കയ്യിലുണ്ട്, ഓൺ ഹോൾഡ് എത്ര ഉണ്ട്, മൈനസ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ പർച്ചേസ് ഓർഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ കൊടുത്താൽ നിങ്ങളുടെ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. പേയ്മെൻറ്റ് റെസിപ്റ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ്, അതിൻ്റെ കറൻസി, ട്രാക്കിംഗ് നമ്പർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് കണ്ട് ഇനി നമുക്ക് സ്റ്റോറിൽ കുറച്ചും കൂടെ ചേഞ്ചസുകൾ ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിലാണുള്ളത്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്താൻ പോവാണ്. അപ്പം ഇതിനെ നേരത്തെ പോലെ തന്നെ എഡിറ്റ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ താഴേക്ക് തന്നെ വന്നിട്ട് പിന്നെ ഇവിടെയാണുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാറ്റഗറി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കാറ്റഗറി മെൻ എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ സബ് ടൈറ്റിലൊന്നും കൊടുക്കുന്നില്ല. പ്രിവ്യൂവിന് വേണമെങ്കിൽ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമേജസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മെൻ, അപ്പോൾ ഈ ഒരു ഇമേജസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക്, അതപ്പോൾ നമ്മൾ ആ കാറ്റഗറി ഉണ്ടല്ലോ മെൻ എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ കാറ്റഗറി, അപ്പോൾ കളക്ഷൻസിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെൻ എന്ന് കാണാൻ പറ്റും. ആ ഒരു കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെന്ന് കൊടുത്തു. ഇനി നമുക്ക് വുമണ് ഇതും സെറ്റ് ചെയ്ത് കൊടുക്കാം. വുമണിൻ്റെ ഭാഗം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആക്സസറീസാണ്. അപ്പോൾ വുമണ് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യാം, കളക്ഷൻസിൽ പോയിട്ട് കൊടുക്കാവുന്നതാണ്. വുമൺ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറീസിൽ തന്നെ ആക്സറീസാണ് നമ്മളിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ആക്സറീസിനെ പറ്റിയുള്ള ഒരു ഇമേജസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇമേജസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മളെ സ്റ്റോർ ഒന്ന് ഭംഗിയിലായിട്ട് വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ക്യാൻവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് ഫുള്ള് ക്രോസ് ചെക്ക് ചെയ്യാം. പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രാൻഡുകളുടെ ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരെ ബ്രാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ബ്രാൻഡുകളുടെ ഇമേജസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് റഫായിട്ട് കുറച്ച് ബ്രാൻഡുകളുടെ പേര് ജസ്റ്റ് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഇമേജസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ പേര്, അതേപോലെ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ കളക്ഷൻ ലിങ്ക് ഉണ്ടെങ്കിൽ ആ കളക്ഷൻ ലിങ്ക് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഡിഫറൻറ്റ് രീതിയിലുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡ് ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ബ്രാൻഡുകളുടെ പേര് ആഡ് ചെയ്തു, ബ്രാൻഡുകളുടെ ലോഗോ ആഡ് ചെയ്തു. ഇനി അത് ജസ്റ്റ് സേവ് ചെയ്യുക. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ അവർ ലുക്ക് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാൻ എന്നിട്ട് നമുക്ക് അവിടെ വേണ്ട കുറച്ച് ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ജെൻസിൻ്റെ എന്തൊക്കെ ആക്സറീസുകളാണെന്നുള്ളത് ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇവർ കൊടുത്തിട്ടുള്ള ഇതിലിപ്പോൾ അവരിട്ട ടീഷർട്ട്, പാൻ്റ് ആവട്ടെ, അതുപോലെ തന്നെ ഷൂ ആവട്ടെ, അത് നമുക്ക് അവിടെ ഒരു ജസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ ഒരു റൗണ്ട് കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇവരെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇവിടെ കാണിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ കാണാൻ പറ്റും പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3. അപ്പോൾ പ്രൊഡക്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണോ പ്രൊഡക്റ്റ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണോ പ്രൊഡക്റ്റ് എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ലെതർ സ്നീക്കേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാം. ഇവിടെ പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് 2ഉം പ്രൊഡക്റ്റ് 3 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രൊഡക്റ്റ് 4 ആണെങ്കിൽ പ്രൊഡക്റ്റ് 4ഉം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. 5 പ്രൊഡക്റ്റ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 3 പ്രൊഡക്റ്റ് വരെ ചെയ്യാം, പക്ഷേ നമുക്ക് 5 പ്രൊഡക്റ്റ് വരെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതിൽ പ്ലേസ് ചെയ്യുന്ന ഇമേജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇമേജുകൾ അതിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് 4 എന്ന് പറയുന്നതിൽ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ 3 പ്രൊഡക്റ്റാണല്ലോ ചെയ്തത്. അപ്പോൾ പ്രൊഡക്റ്റ് 4 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഒരു ഗ്രീന് പുതിയത് വന്നു. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ ടാഗ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട്, അത് ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട്, അതായത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് റിമൂവ് ചെയ്തൊന്നും കാണിച്ചില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണാം. അപ്പോൾ ഇവിടെ സെലക്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊന്നും ഇല്ലാത്ത സ്ഥലത്താണല്ലോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ടോ, അത് മാറി. അതിനെ ടോപ്പ് പൊസിഷൻ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. താഴേക്ക് വന്നു, ടോപ്പിലേക്ക് വേണമെങ്കിൽ ടോപ്പിലേക്ക് മാറ്റാം. ജസ്റ്റ് ഇനി ഒരു ക്യാപ്പിലേക്ക് വരുന്ന രീതിയിലുള്ള അങ്ങനെ സെറ്റ് ചെയ്യാം. കണ്ടോ, ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇമേജസും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ടെസ്റ്റ് മോഡലാണ്. ടെസ്റ്റ് മോഡൽ നിങ്ങൾക്ക് മാനുവലി സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് മോഡൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിവിടെ ഈ സൈഡിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ടെസ്റ്റ് മോഡൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡെസിഗ്നേഷൻ, പേര്, ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പുതിയ വേണമെന്നുണ്ടെങ്കിൽ ആഡ് റിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ടെസ്റ്റ് മോണിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൈഡ് കിട്ടിയെന്നായിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ടെസ്റ്റ് മോണിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോസ് ടെസ്റ്റ് മോണിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ടെസ്റ്റ് മോണിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മൾട്ടിപ്പിൾ ആയിട്ട് ടെസ്റ്റ് മോണിൽ വേണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യുള്ളൂ, അറേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടോ ഈ ആരോ മാർക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ വരും. അപ്പോൾ ആ രീതിയിലാണ് ടെസ്റ്റ് മോണിൽ കൊടുക്കാം. ഇനി പിന്നെ ഇവിടെ വേറെ ഉണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, അതായത് ഇപ്പം ടെസ്റ്റ് മോഡിൽ നിങ്ങൾക്ക് ഈ സ്റ്റാർ റേറ്റിംഗ് അങ്ങനെ കൊടുക്കുക എന്നുള്ള അറിയണ്ടേ. സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നും പറയാം. ഫസ്റ്റിൽ നമുക്ക് പേര്, പിന്നെ അവരെ ഫോട്ടോ, പിന്നെ അവരെ പ്രൊഫഷൻ ഏതാണെന്നുള്ളത് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നേരെ അതെടുത്തിട്ട് ഒഴിവാക്കിയാൽ മതി. പിന്നെ താഴെ അവരെന്താണോ പറഞ്ഞിട്ടുള്ള റിവ്യൂ അത് കൊടുക്കാം. അതിന് തൊട്ട് താഴെ അതിൽ സ്റ്റാർ കൊടുക്കണമെങ്കിൽ സ്റ്റാർ കൊടുക്കാം, 3 സ്റ്റാർ കൊടുക്കണമെങ്കിൽ 3.5 സ്റ്റാർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, 5 സ്റ്റാർ കൊടുക്കണമെങ്കിൽ 5 സ്റ്റാർ കൊടുക്കാം. പിന്നെ തൊട്ട് താഴെ അവരെ സ്ഥലം എവിടെയാണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടാത്ത ആവശ്യമില്ലാത്തത് അത് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് റിവ്യൂ സെറ്റ് ചെയ്യുക. ഇനി താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ
അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് മോഡൽസ് കാണിച്ചു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അതായത് ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്നുള്ളതിൻ്റെ മുകളിലാണ് ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ലേഔട്ട് കാണാൻ പറ്റും. ഇവിടെ സെലക്ട് ഡിസൈനിൽ കണ്ടോ സർക്കിളാണല്ലോ. അപ്പോൾ ഇത് സ്ക്വയറിലാക്കണമെങ്കിൽ സ്ക്വയർ ആക്കാം, കണ്ടോ കരോസിൽ പോലെ വരുന്ന രീതിയിലാക്കാം. അതേപോലെ തന്നെ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ആണ്, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും അത്യാവശ്യം ട്രെൻഡിങ് ഉള്ള റീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റിന് വൈസുള്ള റീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റീലിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒരു തംബ്നെയിലോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് അത് കാണാൻ പറ്റും. കണ്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാം സെറ്റ് ചെയ്യുക കേട്ടോ. ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ താഴോട്ട് വരാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടിക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഇതിൽ ഇപ്പോൾ ഓഫറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഐ ബട്ടൺ എന്ത് ചെയ്താൽ ഹൈഡ് ചെയ്ത് കൊടുക്കാണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അത് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ചില കേസിൽ ഉപയോഗിക്കുക, ചില കേസിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കണ്ടൻറ്റുകളൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൽ തന്നെ ലേഔട്ട് ഉണ്ട്, ഇവിടെ ഡിഫോൾട്ട് ഉണ്ട്, ലാർജ് ഉണ്ട്. ലാർജ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചും കൂടെ വലുതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഡിഫോൾട്ടാണെന്നുകൊണ്ട് ഭംഗി. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് അത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കണ്ടൻറ്റ് ഏതാണോ ആ കണ്ടൻറ്റിൽ നേരെ സെലക്ട് ചെയ്തിട്ട് ഈ ഹൈപ്പർ ലിങ്കിൻ്റെ അല്ലേ ഇൻസേർട്ട് ലിങ്ക് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ലിങ്ക് കൊടുത്താൽ മതി. അതായത് ഒന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പേജ് ആവാം, അല്ലെങ്കിൽ കളക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ബ്ലോഗ് ആവാം, എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേജിൻ്റെ ലിങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നേരെ ഇൻസേർട്ട് കൊടുക്കുക, സേവ് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി. പിന്നെ അടുത്തത് ഈ സ്പേസ് ഫോൾഡറാണ്. ഇതെന്താ സംഗതി വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, കാരണം അത് കുറച്ചുകൂടെ ഉണ്ടോ മനസ്സിലായില്ല. ഇവിടെ ഒരു സ്പേസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട, അത് അതുപോലെ തന്നെ നിന്നോട്ടെ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഹെഡർ പോലെ തന്നെ ഫൂട്ടർ. അത് നേരെ ഫൂട്ടറിൽ സെലക്ട് ചെയ്യുക. ഫൂട്ടറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗോ ഉണ്ട്. അതിൻ്റെ ലോഗോൻ്റെ തൊട്ട് താഴെ ബ്രാൻഡിനെ പറ്റിയുള്ള ചെറിയൊരു ഷോർട്ട് അബൌട്ട്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ഈ ലോഗോ ആൻഡ് പ്ലസ് ടെക്സ്റ്റ് പ്ലസ് സോഷ്യൽ എന്നുള്ളവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും, ഇവിടെ നിങ്ങൾക്ക് ആ ഷോർട്ട് അബൌട്ട്സ് മാത്രമേ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനെ കാണുള്ളൂ, പക്ഷേ ലോഗോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ഫൂട്ടറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗോ എന്നുള്ളത്. കണ്ടോ ഈ ലോഗോ എന്നുള്ളിടത്താണ് നിങ്ങൾ ലോഗോ പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലോഗോ നിങ്ങളുടെ ഈ അവിടെ എന്ത് കളർ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഡാർക്ക് ടച്ച് ബാക്ക്ഗ്രൗണ്ടുള്ള അതിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കളറിലുള്ള മാച്ച് ആവുന്ന രീതിയിലുള്ള ലോഗോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോഗോ ആഡ് ചെയ്തെടുക്കാൻ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ട് നേരെ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ലോഗോൻ്റെ വിഡ്ത്ത് ഡെസ്ക്ടോപ്പിൻ്റെ വിഡ്ത്തൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ മാറ്റങ്ങൾ വരുത്തുക. അതൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നിങ്ങൾ വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ കൊടുക്കുന്ന ലോഗോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് പ്ലേസ് ആയിട്ട് പോയിക്കോളും. ഇപ്പോൾ ലോഗോ ചേഞ്ച് ചെയ്യണത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു താഴെ കണ്ട 2025 മൈ സ്റ്റോർ പവർഡ് ബൈ ബിഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി റൈറ്റ്സ് എന്നുള്ളത് വന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പവേർഡ് ബൈ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ റൈറ്റ്സ് കോപ്പി റൈറ്റ് ഫ്രം അറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ വെബ്സൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതാണ് ഒന്ന്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടണില്ല, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫുഡ് ലൈവിലുണ്ടാകും ബിഗ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്, അത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്മോൾ ആക്കുന്ന രീതിയിൽ എങ്ങനെ അതിൻ്റെ വ്യൂ വരുന്നൊക്കെ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. മൊബൈൽ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറച്ച് വെർട്ടിക്കലായിട്ടുള്ള മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റിലുള്ള ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ മെനു എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇൻഫർമേഷൻ എന്നുള്ളത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻഫർമേഷൻ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്വിക്ക് ലിങ്ക്സ് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഈ രീതിയിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്കുകളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒരു മെനു ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മെനു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരെ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ മെനു എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആഡ് മെനു ഐറ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ഞാനെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഒന്നുകൂടെ ക്രിയേറ്റ് മെനു ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ ക്വിക്ക് ലിങ്ക് എന്നുള്ളത് കൊടുക്കുകയാണ്. എന്നിട്ട് ആഡ് മെനു ഐറ്റംസ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രൈവസി പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേജസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ്, ഇത് ജസ്റ്റ് ഹാഷ് കൊടുക്കുന്നുണ്ട്. ഹാഷ് കൊടുക്കുന്നത് ജസ്റ്റ് അവിടെ ആ ഒരു ഇത് ഫില്ലാകാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജും കാര്യങ്ങളൊക്കെ ഇവിടെ മെനുവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ മെനു ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യുക, പേജസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പേജസ് ഉണ്ടെങ്കിൽ ആ പേജസ് കാണിക്കും. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ബ്ലോഗ് പോസ്റ്റ് ആണെങ്കിൽ ബ്ലോഗ് പോസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹാഷ് ഇട്ടിട്ട് നേരെ മെനു ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇത്രയും ചെയ്തിട്ട് സേവ് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നിൽ കൂടുതൽ എത്ര മെനു ആണെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ ബാക്ക് തന്നെ ചെയ്യുന്നു. എന്നിട്ട് ഒരു ക്രിയേറ്റ് മെനു കൂടെ കൊടുക്കുകയാണ്. മെനുവിൻ്റെ പേര് കൊടുക്കുന്നത് ഗെറ്റ് ഷോപ്പിംഗ് എന്നാണ്. എന്നിട്ട് ആഡ് മെനു ഐറ്റംസ്. അപ്പോൾ ഞാനിവിടെ ഒരു മെനുടെ ആഡ് ചെയ്തു, അത് സേവ് കൊടുത്തു. നമുക്ക് നേരെ ഇങ്ങോട്ട് തന്നെ വരാം. ജസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിതുവരെ ചെയ്ത ഞാനിതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ റീഫ്രഷ് കൊടുക്കാം. റീഫ്രഷ് കൊടുത്തിട്ട് ഞാൻ നേരെ താഴെ മെനു എന്ന് പറഞ്ഞ ഈ ഒരു ഇതിലേക്ക് വന്നു. ഫൂട്ടറിൽ തന്നെ നമുക്കത് ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോയിൽ വന്നിട്ട് ഇവിടെ ഈ ക്വിക്ക് മെനു എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ക്വിക്ക് മെനു എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ക്വിക്ക് മെനു എന്നുള്ളിടത്ത് വന്നിട്ട് ഞാൻ ഇവിടെ നേരെ റിമൂവ് മെനു കൊടുക്കണം. ഇവിടെ സെലക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെനുകൾ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ക്വിക്ക് ലിങ്ക് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു മെനു വന്നു. തൊട്ടിപ്പുറത്ത് തന്നെ കാണാൻ പറ്റും മെനു എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം വന്നു. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും സെലക്ട് മെനു കൊടുക്കുന്നു. എന്നിട്ട് ഗെറ്റ് ഷോപ്പിംഗ് എന്നുള്ള ഈ ഒരു മെനു കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അവിടെ 2 മെനു സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കോൺടാക്റ്റേഴ്സാണ്. കോൺടാക്റ്റേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ ID, അഡ്രസ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സോഷ്യൽ മീഡിയ ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. പിന്നെ താഴേക്ക് വന്നാൽ കാണാൻ പറ്റും പ്രൊഡക്റ്റ് പ്രൊമോഷൻ എന്ന് കാണാൻ പറ്റും. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റിമൂവ് ചെയ്യാം. റിമൂവൽ പ്രൊഡക്റ്റ് കൊടുത്തു. ഇതെന്താ സംഗതി വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വെബ്സൈറ്റിൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയുള്ള പ്രൊഡക്റ്റ് ആവാം, പുതിയ പ്രൊഡക്റ്റ് ആവാം, എന്തെങ്കിലും ഒരു യൂണീക്ക് പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഇമ്പ്രസ് ആവാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളാവാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന പ്രൊഡക്റ്റ് ആവാം. അപ്പോൾ ആ ഏത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഈ പ്രൊഡക്റ്റ് പ്രൊമോഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കളക്ഷൻസ് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു കാറ്റഗറിയിലുള്ള കളക്ഷൻ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നേരെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ സേവ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് റീലോഡ് ചെയ്യുക. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒരു പേജിലേക്ക് ഡയറക്റ്റ് പോകും. അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പം അത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹോം പേജിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ചേഞ്ചസുകൾ വരുത്തണം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ മൊബൈൽ വ്യൂ ഒന്ന് നോക്കാം. മൊബൈൽ വ്യൂ നോക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അതിൽ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ്സിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഇമേജസ് കറക്റ്റ് ആക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ഏതെങ്കിലും അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. എനിക്ക് തോന്നുന്നത് ഇതിൽ ആവശ്യമില്ലാത്തൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. കാരണം ഇതിൻ്റെ കാറ്റഗറിൻ്റെ പേര് മാത്രം മാറ്റി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലൊക്കെ കുറച്ചും കൂടെ ഒന്നുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാം. കാരണം നമ്മൾ നേരത്തെ കാറ്റഗറിയിലുള്ള ഇമേജസുകളൊന്നും കൂടെ കറക്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതിൽ എനിക്ക് ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞാനതെല്ലാം ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിലുള്ള കാറ്റഗറീസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് ഇനി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റിസൾട്ട് ആവുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് തന്നെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ടാപ്പ് ടൈറ്റിലുള്ള.
ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വുമൺ എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കും. പിന്നെ ടാബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വുമൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഗതി വരും കണ്ടോ. അല്ലെങ്കിൽ ട്രെൻഡിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിങ് വരും. ഇപ്പോൾ ഇതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ വരുന്നോളന്നില്ല. നമുക്കൊന്നും കൂടെ റിമൂവ് ചെയ്തിട്ട് വേറൊരു കാറ്റഗറി കൂടെ കൊടുത്തു നോക്കാം. ഹോം പേജ് കൊടുത്തു നോക്കാം. ഓക്കെ, ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ടാബ് രണ്ടാമത്തെ ടാബും. ഇവിടെ നിങ്ങൾക്ക് സെയിൽസ് എന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട ഒറ്റൊന്ന് മതിയെന്നുണ്ടെങ്കിൽ നേരെ അത് ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മാത്രമായിട്ട് വരും. ഇനി നിങ്ങൾക്കിപ്പോൾ ഇത് രണ്ടും വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നേരെ ഇവിടെ ഇതിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്രൊഡക്റ്റ് കരോസിൽ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വരും ഒരുപാട് മോഡൽസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡലാവാം, ഈ മോഡലാവാം, ഏത് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു മോഡലിലുള്ള ഇപ്പോൾ പ്രൊഡക്റ്റ് കരോസിലുണ്ടാവും. ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സ്റ്റൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കൗണ്ട് ഓൺ ചെയ്യുന്ന മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു പ്രൊഡക്റ്റുകൾ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ വരും. ജസ്റ്റ് ഇങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് ആ ഒരു കളക്ഷൻ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് വരും ആ ഒരു ഇതിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ കരോസൽ ടാബ് തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് രണ്ടും എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ സേവ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഹോം പേജിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന്. ഇതും അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് സെക്ഷനാണോ വേണ്ടാത്തത് അത് നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന് പകരം വേറെ ഒരു സെക്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യും, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഈ ആരോ മാർക്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ സബ്ബായിട്ട് വരും. അപ്പോൾ ഈ സബ്ബിലല്ല പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. സബ്ബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് ആയിരിക്കും വരിക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഇപ്പം ഈ ഒരു സെക്ഷനാണ്, പുതിയൊരു സെക്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ രണ്ടിനിടയിൽ ജസ്റ്റ് മൗസ് കൊണ്ടുവയ്ക്കുക. നിങ്ങളിങ്ങനെ വെറുതെ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് വരില്ല. നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ആ പ്ലസ് ബട്ടൺ വരിക. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊഡക്റ്റ് ഗ്രിഡ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വരും. പ്രൊഡക്റ്റ് ഗ്രിഡ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ സെക്ഷനും ഓരോ പേര് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ അത് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസുകൾ ഓൾറെഡി ഇതിലുണ്ടാകും. കാരണം എന്താണ്, നമ്മളൊരു പെയ്ഡ് തീമിലാണ് ചെയ്യുന്നത്. ഫ്രീ തീമിൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാത്തത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പം കൗണ്ട് ഡൗൺ ടൈമറൊക്കെ ഇതിലുണ്ട്. ഇതിൽ കുറച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അത്രയൊന്നും കവർ ചെയ്യുന്നില്ല എന്ന് മാത്രം, നമ്മൾ ആവശ്യമുള്ളത് മാത്രമാണ്. ഇപ്പോൾ കണ്ടോ, കൗണ്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ കാണിക്കുക. അപ്പോൾ ഇതേമാതിരി കൗണ്ട് ഡൗൺ റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൗണ്ട് ഡൗൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടാവേണ്ട. ഡിസ്കൗണ്ട്, ബെസ്റ്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏത് കാറ്റഗറി ആണോ എന്നുള്ളത് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹെഡിങ് ഇവിടെ ലിമിറ്റഡ് ടൈമർ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ സബ് ടൈറ്റിൽ പിന്നെ ആ ഒരു കളക്ഷൻ ഏതാണോ ആ കളക്ഷന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് അവിടെ അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്ന രീതിയിൽ വരും. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഹോം പേജിൻ്റെ ഒരു ഇതെല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഹോം പേജിൽ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാണ്ട്, അതൊന്നും എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഐക്കൺസ് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് ഐക്കൺസ് ഉണ്ട്, അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ തീം സെറ്റിങ്സിലേക്ക് വരിക. തീം സെറ്റിങ്സിലേക്ക് വന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഐക്കൺസ്, പേയ്മെൻറ്റ് ലോഗോസാണ് അവിടെ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ലോഗോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പേയ്മെൻറ്റ് ലോഗോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറിയിട്ട് ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പം നേരെ ഗൂഗിളിൽ ഇമേജസിൽ വന്നിട്ട് മാസ്റ്റർ കാർഡ് ഐക്കൺസ്, വിസ കാർഡ് ഐക്കൺസ്, ഗൂഗിൾ പേ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ഐക്കൺസ്, ഫോൺ പേ പേയ്മെൻറ്റ് ഐക്കൺസ്, അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം വിദേശത്തും സ്വദേശത്തും ബിസിനസ് നടത്തുന്നവർക്ക് ഏതൊക്കെ കാർഡുകളാണ് വേണ്ടത് അതെല്ലാം അങ്ങനെ അടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട ഒരു കളർ പാറ്റേൺ, ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വേണമെങ്കിൽ നേരെ എന്തെടുത്താൽ സേവ് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടേക്ക് എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡൺ കൊടുക്കുക.
സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നു, ഐക്കൺസ് വന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് ഐക്കൺസുകളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കത് ഹെഡിങ്ങിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ ഹെഡിങ്ങിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡർ എന്നാണ്, അതായത് തീം സെറ്റിങ്സിലാണ്. ഈ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം തീം സെറ്റിങ്സിലാണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതൊക്കെ സെക്ഷനാണ്, അതായത് നമുക്ക് ഓരോ സെക്ഷന് ക്രിയേറ്റ് ചെയ്യാനും അത് ആഡ് ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൽ വേണ്ട ചെറിയ ചെറിയ ചേഞ്ചസുകൾ, അതായത് സൈറ്റിന് ഒരുമിച്ച് വരുന്നത്, അതായത് കളറ്, ടൈപ്പോഗ്രാഫി, ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ തീം സെറ്റിങ്സിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നോക്കാനുള്ള ഹെഡറാണ്. ഹെഡറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാനും മെയിൽ ഐ ഡി കൊടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എവിടെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വേറെയും കുറച്ച് ഉപകാരങ്ങളുണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്പറും ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ലോഗോയും നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ ലോഗോ ഇല്ല, അപ്പോൾ ആ ലോഗോയും ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് കൊടുക്കണ്ട, ഈ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം, ഇത്രയും കൊടുക്കുക. പിന്നെ ഈ സ്റ്റിക്കി ഹെഡർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റിക്കി ഹെഡർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഹെഡർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലോഗോ ഇവിടെ ചേഞ്ച് ചെയ്ത്, അപ്പോൾ ലോഗോ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ഈ സെക്ഷനിലേക്ക് തന്നെ വരിക. സെക്ഷനിൽ വന്നിട്ട് അനൗൺസ്മെൻറ്റ് ബാറിൻ്റെ തൊട്ട് താഴെ ഹെഡർ എന്നാണ്, അവിടെ ഹെഡർ ക്ലിക്ക് ചെയ്യുക. ഹെഡർ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ലോഗോ ആൻഡ് ഇമേജസ് ഉള്ളത്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ലോഗോ, നിങ്ങളുടെ ലോഗോ, ബ്രാൻഡിൻ്റെ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്രാൻഡിൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ലോഗോ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ലോഗോ കൊടുക്കണമെന്ന് കൊടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്തുള്ള ഒരു ലോഗോണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ലോഗോണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലോഗോണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ലോഗോ ചിലപ്പോൾ ഇവിടെ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ സ്റ്റിക്കി ലോഗോ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ടാവും. കണ്ടോ, ലോഗോ സ്റ്റിക്കി ഹെഡർ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ആ സമയത്ത് കാണിക്കാനുള്ള ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഡിഫറെൻറ്റ് കളർ പാറ്റേണൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിനുള്ളതാണിത്. പിന്നെ ഈ ലോഗോ ഫോർ ട്രാൻസ്പെറൻറ്റ് ഹെഡർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റിക്കിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാനിവിടെ ഈ ഇതിലേക്ക് വന്നപ്പോൾ ഇവിടെ വേറെ ലോഗോ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ഇവിടെ വേറെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളെ ബ്രാൻഡിനനുസരിച്ച് മാറ്റാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഗോ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗോ സെറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കാണിക്കുന്ന നമ്പർ, അതായത് ഈ നമ്പർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെഡറിൻ്റെ സെക്ഷൻ്റെ മോഡലും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ കളർ മാറ്റുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അപ്പം കളർ മാറ്റുന്നതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നേരെ താഴേക്ക് വരും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എനേബിൾ ഓൺ ദ ഹോം പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ വരണം, ലിങ്കിൻ്റെ കളറ്, അപ്പോൾ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേഞ്ചസ് വരുത്തുന്നില്ല, നേരെ താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് വന്നിട്ട് ഏറ്റവും താഴേക്ക് വരിക. അപ്പോൾ ഇവിടെ ഒരു ഫോൺ നമ്പർ കാണാൻ പറ്റും, ഈ നമ്പർ കൊടുക്കാം. അത് നമ്മൾ ഓൾറെഡി നേരത്തെ അവിടെ ഹെഡർ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് കൊടുത്തു. പക്ഷേ നമ്മൾ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഇവിടെ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അവിടേക്കാണ് ഈ നമ്പർ സെറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ് ഇവിടെ കാണുന്ന ഈ നമ്പർ. അതേപോലെ തന്നെ ഗെറ്റ് ഹെൽപ്പ് ഫ്രം അവർ എക്സ്പെർട്ട് 24/7 എന്ന് പറയുന്ന ഇവിടെ കാണിക്കുന്ന ഇതും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ടെക്സ്റ്റ് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് മാറ്റുക. അത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസേബിൾ കൊടുക്കും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സെക്ഷനും ചേഞ്ച് ചെയ്യുക. നമുക്കിതിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു ലേഔട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലേഔട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലേഔട്ടാണ്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ലേഔട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതാണോ വേണ്ടത് അതൊക്കെ തന്നെ ഇവിടെ ചൂസ് ചെയ്യാം. ലോഗോ സെൻട്രലാക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓപ്പൺ സെർച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ ബൈ ഡിഫോൾട്ടായിട്ടുള്ള ഹെഡർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും തന്നെ ചെയ്യണില്ല. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഹെഡർ ഓൺ ഹോം പേജ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണം തന്നെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ വെച്ചാൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കളർ വരും. അപ്പോൾ അത് ഞാനൊന്നും ചെയ്യണില്ല, അത് ഡിസേബിൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഹോം പേജിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഹെഡറിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ ഞാൻ തീം സെറ്റിങ്സിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ തീം സെറ്റിങ്സിൽ വന്നിട്ട് നമുക്ക് നേരത്തെ കളറിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടൈപ്പോഗ്രഫി, അതായത് നമ്മുടെ ഫോണ്ടിൻ്റെ സ്റ്റൈലുകളൊക്കെ എങ്ങനെ മാറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ മാറ്റുക എന്നുള്ളത് നോക്കാം. ഇപ്പം ഫോണ്ടിൽ നിങ്ങൾക്ക് അതായത് ടൈപ്പോഗ്രഫി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പോഗ്രഫി എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ബോഡി. അപ്പം ബോഡിയിൽ വരുന്ന ടെക്സ്റ്റുകൾ, അതായത് ബോഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫൊക്കെ വരുന്നില്ലേ, അതേപോലുള്ള കണ്ടൻറ്റുകൾ, താഴെ വരുന്ന കണ്ടൻറ്റുകൾ, ഈ ഫൂട്ടറിലൊക്കെ വരുന്ന കണ്ടൻറ്റുകളൊക്കെ, ആ ഒരു കണ്ടൻറ്റുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ H1 ടാഗിലും H2 ടാഗിലൊക്കെ കൊടുക്കുന്ന ഹെഡിങ്, ഇതൊക്കെ ഹെഡിങ്ങാണ്. അപ്പോൾ ഈ ഹെഡിങ്ങുകളൊക്കെ ഏത് ഫോണ്ടിലാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഏത് സ്റ്റൈലുള്ള വേണ്ടത് ആ സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് മാറ്റാം. ഹെഡിങ് കാണാൻ പറ്റും. കുറച്ചും കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജനറൽ ഫോണ്ട് വെയിറ്റ് കാലിബ്രേഷൻ, അത് നിങ്ങളൊന്നും ചെയ്യണ്ട. അഥവാ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ്റെ ഫോണ്ടിൻ്റെ ബോൾഡ്നെസ് കൂട്ടണം, അതല്ലെങ്കിൽ തിന്നാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെക്ഷനിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഫോണ്ട് സൈസ് മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളൊന്നും തന്നെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട, കാരണം ഓൾറെഡി പെയ്ഡ് തീമാണ്. ഓൾറെഡി അത്യാവശ്യം നല്ലൊരു സ്റ്റൈൽ ഡിസൈൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ ടൈപ്പോഗ്രഫി ചെയ്ത് ഫോണ്ട് സ്റ്റൈൽ തന്നെ മാറ്റണം എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അവരുടെ ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോണ്ടിലേക്ക് മാറ്റേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഈ ഒരു ബാനറിൻ്റെ, ഇപ്പോൾ ഈ ഒരു ബാനർ മാത്രമല്ല ഈ ഒരു തീമിലുള്ളത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാനറിൻ്റെ സ്റ്റൈലുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ബാനർ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ വന്നിട്ട് ബാനറിൽ തന്നെ വന്നിട്ട് ഇവിടെ സെലക്ട് ലേഔട്ട്, അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവും. അപ്പോൾ ഞാൻ ഈ ബാനർ ഗ്രിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും സെലക്ട് ലേഔട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 5ഓളം ബാനറിൻ്റെ സ്റ്റൈലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഗ്രിഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു രീതിയിലാണ് വരിക, കണ്ടോ. അപ്പോൾ 2 പ്രൊഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ടാഗ് ചെയ്തിട്ട് രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൊബൈൽ വ്യൂ നോക്കാം. ഈ രീതിയിലാണ് മൊബൈൽ വ്യൂ വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ട കണ്ടൻറ്റ് എന്താണോ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ളത്, അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിടാം. ആ രീതിയിലാണ് വരിക. പിന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ വീണ്ടും വേറെയും ഒരുപാട് സ്റ്റൈലുകളുണ്ട്. മോഡേൺ ഉണ്ട്, ഇപ്പോൾ ഈ രീതിയിൽ വരും. പിന്നെ 4 ബാനർ വെച്ചിട്ട് ചെയ്യാം, 3 ബാനർ വെച്ചിട്ട് ചെയ്യാം, 2 ബാനർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ ഐഡിയയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു തീമിനെ പറ്റിയിട്ട് ഏതെങ്കിലും തീം പർച്ചേസ് ചെയ്യുമ്പം ആ ഒരു തീമിനെ പറ്റിയിട്ട് അറിഞ്ഞിരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കിത് കവർ ചെയ്ത് തരാണ്. പിന്നെ അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ കൊടുത്തുള്ള കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാറ്റഗറീസ്, ഇപ്പോൾ ഏത് സെക്ഷനാണോ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആണ് സെക്ഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോ. ഇവിടെ ഇതിപ്പോൾ ഡിസേബിൾ ആണ്. ഇത് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളിവിടെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കളർ പാറ്റേൺ ആയിരിക്കും വരിക. കണ്ടോ, ബട്ടൺ കളർ എന്നൊക്കെ കൊണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ബൈ ഡിഫോൾട്ടായിട്ട് സെറ്റായി കിടക്കുന്നുണ്ടോ, ആ ഒരു കളറിലാണ് വരിക. നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ സെക്ഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കളർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ പ്രൊഡക്റ്റ് പേജ് എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ വരുത്തണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ അതായത് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട്, അപ്പോൾ ഇതായിരിക്കണം ഡിസ്പ്ലേ മാറിപ്പോകരുത്. ഇവിടെ തീം സെറ്റിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആപ്പിന് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ നേരത്തെ നമ്മൾ ഹോം പേജൊക്കെ ഡിസൈൻ ചെയ്ത് അതേ ഭാഗത്ത് തന്നെ വന്നിട്ട് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഹോം പേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് പേജ്, അതേപോലെ തന്നെ കളക്ഷൻസ്, കളക്ഷൻ ലിസ്റ്റ്, ഗിഫ്റ്റ് കാർഡ്, കാർട്ട്, ചെക്കൗട്ട്, അതായത് ഇവിടെ നമുക്ക് എല്ലാ പേജസുകളും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഹോം പേജ് മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് എബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും, അതേപോലെ തന്നെ എബൌട്ട് പേജിൽ എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് റെഡി ഉണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് പേജ് ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊഡക്റ്റ് പേജിൽ തന്നെ ഡിഫോൾട്ട് പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ അതെന്താ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലേഔട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇവിടെ പ്രൊഡക്റ്റ് പേജിൽ പോയിട്ട് പുതിയ ക്രിയേറ്റ് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് ഒരു പേജ് ഡിസൈൻ ചെയ്യുക, പ്രൊഡക്റ്റ് പേജ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ പേജ് ഡിഫോൾട്ട് പേജ് മാറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്ത പേര് ഏതാണോ, പ്രൊഡക്റ്റ് പേജിൻ്റെ പേര് ഏതാണോ അത് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ പല സിറ്റുവേഷനിൽ വരുന്ന എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റിനായിട്ട് സെപ്പറേറ്റ് ഒരു പ്രൊഡക്റ്റ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് പേജ്. അപ്പം ഇതേപോലെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്, അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല, കാരണം നിങ്ങൾ ഡിഫോൾട്ട് പ്രൊഡക്റ്റ് പേജിൽ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും അവൈലബിലിറ്റി, അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പേര്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹോം പേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് ബാർ അതൊന്നും ചെയ്യേണ്ട, നമുക്കിത് ടെക്സ്റ്റ് അവിടെ ഒന്നും ചെയ്യണം, നമുക്ക് ഇവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അതായത് മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ഓപ്ഷൻ കാണും. മെറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അവിടെ കാണിക്കും, ഇതാണ് മെറ്റ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ, ഇപ്പം ഷോ വെണ്ടർ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, അപ്പോൾ അത് അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ അവൈലബിലിറ്റി നിങ്ങൾക്ക് വേണ്ട, അത് ഒഴിവാക്കാം. ഇനി റേറ്റിങ്സ് കാണിക്കേണ്ട, അങ്ങനെയെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചേഞ്ചസുകളും വരുത്താം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ടൈറ്റിൽ, അതേപോലെ തന്നെ പ്രൈസ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയുള്ള കാര്യം. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷന് ബൈ ഡിഫോൾട്ടായിട്ട് എല്ലാ പ്രൊഡക്റ്റിലെ പേജിലും കാണിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജിൽ ഒരു പ്രത്യേകമായുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് അതായത് ഈ ഡിഫോൾട്ട് പ്രൊഡക്റ്റ് പേജിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും ആ ഒരു കാര്യം കാണിക്കും. പക്ഷേ നിങ്ങളുടെ കേസിൽ ഒരു നിശ്ചിത പ്രൊഡക്റ്റുകൾക്ക് ഈ പ്രത്യേക ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ആ ഒരു ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ആ ഭാഗത്തോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ സെക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം ഇതിൽ മാത്രം ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, നമ്മളിപ്പോൾ ആകെ ഒരു ഡിഫോൾട്ട് പ്രൊഡക്റ്റ് പേജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പ്രൊഡക്റ്റിലും ആ ഒരു ഇൻസ്ട്രക്ഷൻ കാണിക്കണം. നമുക്ക് ചിലപ്പോൾ ആ എല്ലാ പ്രൊഡക്റ്റിലും അങ്ങനെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട കണ്ടീഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കും. അപ്പം നമുക്കൊരു ആ കണ്ടീഷൻ കൊടുക്കേണ്ട, അതായത് നിശ്ചിത കണ്ടീഷനുള്ള ആ ഒരു പ്രൊഡക്റ്റിന് മാത്രം ആ ഒരു പേജ് മതി എന്നുണ്ടെങ്കിൽ, നമുക്ക് ഓരോ പ്രൊഡക്റ്റിൽ പോയിട്ടും അങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനായിട്ട് ഒരു പ്രൊഡക്റ്റ് പേജ് ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്രൊഡക്റ്റ് പേജ് നമുക്ക് എന്ത് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്തോടെ ടാഗ് ചെയ്ത് കൊടുത്താൽ മതി. ടാഗ് മീൻസ് അല്ല, അവിടെ ഡിഫോൾട്ട് പേജ് സൈസ് എന്നുള്ളത് മാറ്റി കൊടുത്താൽ മതി. അത് വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം, അത് എവിടെയാണ് ആ ഒരു ഓപ്ഷൻ വരിക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം പ്രൊഡക്റ്റിൽ പോവാം. പ്രൊഡക്റ്റിൽ വന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും തീം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ കൊടുത്തുള്ള പേരായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഡിഫോൾട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ളതായിരിക്കും വരിക. പ്രൊഡക്റ്റ് മിനിമം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഏത് രീതിയിലാണ് വരിക എന്നുള്ളത്. പിന്നെ കാണാൻ പറ്റും ഇതിൽ ഒരു പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും പ്രത്യേകം കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളതായ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മാറ്റിയിട്ട് ഡിഫോൾട്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരുത്താൻ പറ്റും. പ്രധാനമായിട്ടും ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഹോം പേജ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഫൂട്ടറും അതുപോലെ തന്നെ മുകളിലുള്ള ഈ ഹെഡറും അനൗൺസ്മെൻറ്റ് ബാറും, അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസൊക്കെ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്ത് കൊടുത്ത് പോകാവുന്നതുമാണ്. ഇനി ഈ പ്രൊഡക്റ്റ് പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസുകൾ വരുത്തണം, അതായത് തീം വൈസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നേരെ തീം സെറ്റിങ്സിൽ വരെ, എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും പ്രൊഡക്റ്റ് പേജിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. പ്രൊഡക്റ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഡിസേബിൾ ചെയ്യാൻ എനേബിൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ലാതെ ആവശ്യമില്ലാതൊക്കെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റിക്ക് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കാണാൻ പറ്റും ആഡ് ടു കാർട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് പോകും. ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് കാണാനില്ല കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഐക്കൺസുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാനൊക്കെ പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ഫ്രീ റിട്ടേൺസിന് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കസ്റ്റംസ് ആയിട്ടുള്ള ഇമേജുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അപ്ലോഡ് SVG ഫോർമാറ്റിലുള്ള ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത്രയാണ് പ്രൊഡക്റ്റ് പേജിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് പേജിൽ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അബൌട്ട് എസ് പേജ്, കോൺടാക്ട് എസ് പേജ്, അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തുടങ്ങിയുള്ള പേജുകളൊക്കെ ക്രിയേറ്റ് എങ്ങനെ നോക്കാം. അപ്പോൾ നേരെ ഇവിടെ പേജസിലേക്ക് വരാം. അതായത് ഇവിടെ തന്നെ വന്നിട്ട് പേജസിലേക്ക് വരാം. പേജസിലേക്ക് വന്നിട്ട്
ഇവിടെ ഡിഫോൾട്ട് പേജസ് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ അബൌട്ട് അസ്, കോൺടാക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിനൊക്കെ പേജ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേജിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് ടെംപ്ലേറ്റിന് താഴെ കാണാൻ പറ്റും ബേസ്ഡ് ഓൺ പേജ് എന്നുണ്ടല്ലേ. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ അബൌട്ട് അസ് പേജ് നോക്കാം. ഇപ്പോൾ ഈ അബൌട്ട് അസ് പേജിൻ്റെ അതേപോലത്തെ പേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അബൌട്ട് അസ് പേജിൻ്റെത് അങ്ങനെ പറ്റില്ല. പക്ഷേ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു പ്രൈവസി പോളിസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറിക്ക് ചെയ്യുന്ന പേജും ഏകദേശം അതേപോലെ തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയില്ല. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കോൺടാക്ട്സ് പേജിൽ ഈ പേജസിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ആഡ് ചെയ്യാം. ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് വിത്ത് ഇമേജസ് കൊടുക്കാം, കാലി ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം, അതായത് ടെക്സ്റ്റ് വിത്ത് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എലമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നേരെ അത് കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ കാണാൻ പറ്റും ഹെഡിങ് കൊടുക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സബ് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. എന്നിട്ട് നേരെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് സെൻട്രലാക്കണമെങ്കിൽ സെൻട്രലാക്കാം. അതൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഈ രീതിയിലാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ് ജനറേറ്റ് ചെയ്യാൻ. സേവ് കൊടുക്കുക. എന്നിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. അത്രയും ചെയ്തിട്ട് സേവ് കൊടുക്കണേ. സേവ് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഷിപ്പിംഗ് ആൻഡ് റീഫണ്ട് പോളിസി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ പേജസിൽ വന്നിട്ട് ഞാൻ ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് 1 എന്ന് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഈ ബേസ്ഡ് ഓൺ എന്നുള്ളത് മാറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പേജിൻ്റെ ബേസാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ടെംപ്ലേറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റ് 1 അതേപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് പേജസുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേജസ് എങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നിട്ട് നമ്മൾ ആ തീം കസ്റ്റമൈസിന് തൊട്ട് താഴെയാണ്, തീംസ് എന്നുള്ളതിന് തൊട്ട് താഴെ പേജസ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏത് പേജാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ കൊടുത്ത ടെംപ്ലേറ്റ്സ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നേരെ ആഡ് പേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ അബൌട്ട് അസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അബൌട്ട് അസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യില്ല. എന്നിട്ട് ഇവിടെ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് കണ്ടില്ലേ ഡിഫോൾട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഞാൻ നേരത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്തത്. നേരെ സേവ് കൊടുക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. സേവ് കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ആ കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മളവിടെ കണ്ടിട്ടുള്ള അബൌട്ട് അസിൻ്റെ ഒരു ഡിഫോൾട്ട് പേജില്ല അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ഈ ഒരു തീമിൽ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രിവ്യൂ ഉണ്ട്. ആ ഒരു അബൌട്ട് അസ് പേജാണ് ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളതായ സ്റ്റൈലിലേക്ക് അബൌട്ട് അസ് പേജും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ആഡ് സെക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ഇമേജസ് കാണിച്ചു കണ്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സംഗതി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഹോം പേജിലേക്ക് വേണമെങ്കിൽ ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അബൌട്ട് അസ് പേജ് കണക്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ പേജുകളും ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യണം. എന്നിരുന്നാലാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മെനുവിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ അബൌട്ട് അസ് പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കിവിടെ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് മെനുവിലേക്ക് ഒന്ന് പോവാം. കണ്ടൻറ്റ് എന്നുള്ളതിൽ വന്നിട്ട് മെനുവിലേക്ക് പോയിട്ട് അവിടെ ക്വിക്ക് ലിങ്ക് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ നമ്മൾ അബൌട്ട് അസിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ട് ഇവിടെ പേജസിൽ പോവാം. പേജസിൽ പോയിട്ട് അബൌട്ട് അസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മെനുവിൽ വന്നിട്ട് ഇവിടെ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അബൌട്ട് അസിൽ പോവുക. അങ്ങോട്ട് പേജസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ പേജ് അപ്ഡേറ്റ് ആയിട്ടില്ല. ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് അബൌട്ട് അസിൽ പോയിട്ട് ഈ ഒരു പേജിൻ്റെ URL കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പേജ് എന്നുള്ളത് വരും. ഇപ്പോൾ ഇവിടെ വരാത്ത ജസ്റ്റ് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സേവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അത് അപ്ഡേറ്റ് ആയതിനു ശേഷം ഇവിടെ പ്രോപ്പറായിട്ട് സേവ് ആവാത്തതുകൊണ്ട് അപ്ഡേറ്റ് ആവാത്തതാണ്. അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ പേജസുകളും മെനുവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റിങ്സിൽ നോക്കാനുണ്ട്. അപ്പം ഇതിൽ ഇപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഹോം പേജ് സെറ്റപ്പ് ചെയ്യുന്നത് പഠിച്ചു. അതേപോലെ തന്നെ കാറ്റഗറി എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അത് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം, ഇവിടെയുള്ള ഇമോജീസുകൾ എങ്ങനെ മാറ്റാം, ഈ സെക്ഷൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഹൈഡ് ചെയ്യാം, ഫൂട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാം, കോൺടാക്ട് നമ്പർ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, ലോഗോ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം,
എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇതിൽ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും കളക്ഷൻസ് ആഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചു, മെനു സെറ്റ് ചെയ്യുന്നത് പഠിച്ചു, പേജ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചു, അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നതും പഠിച്ചു. നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഈ രീതിയിലായിരിക്കും വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ബില്ലിംഗ് അഡ്രസ്സൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഈ അഡ്രസ്സായിരിക്കും കസ്റ്റമറെ ബില്ലിലേക്ക് വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ID കാര്യങ്ങളൊക്കെ നിശ്ചിത ഫോർമാറ്റിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഒരു CJSCT എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനങ്ങളൊക്കെ ചില പേര് കാണാൻ പറ്റില്ലേ, അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ CJSCT 00 എന്നൊക്കെ പറഞ്ഞിട്ട് 001 എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ഇവിടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യാണ്ടല്ലേ. അപ്പോൾ അത് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യാവുന്നതുമാണ്. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ചെയ്യണമെന്ന് അത് വേണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറിന് ഇപ്പോൾ ഓൾറെഡി ഒരു പാസ്വേഡ് സെറ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് നോക്കണം, അത് ലാസ്റ്റിലേക്ക് വരാം. പിന്നെ പ്ലാനാണ്. പ്ലാനിലാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ഡൗൺഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെയാണ് ചെയ്യേണ്ടത്. പിന്നെ ബില്ലിങ്, ഇവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യുക. അതായത് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിഫൈൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വരിക കേട്ടോ, അല്ലാതെ നിങ്ങളുടെ നോർമലി ഉള്ള ബില്ലിംഗ് അല്ല. പിന്നെ യൂസർ ആഡ് ചെയ്യാനുള്ളത് ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ഒരു യൂസർ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് നമ്മൾ ബേസിക് പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് റേസർ പേ, അതേപോലെ തന്നെ ക്യാഷ് ഫ്രീ, ഫോൺ പേ, പേയു മണി, അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റേസർ പേയിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടും അത് എങ്ങനെ നമുക്ക് ഷോപ്പിഫൈയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ക്യാഷ് ഫ്രീയിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടും കാര്യങ്ങളും KYC വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് ചൂസ് പ്രൊവൈഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റേസർ പേ ആണെങ്കിൽ റേസർ പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവരത് ഇവിടെ വരും, സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സെക്യൂരിറ്റി കീ വെച്ചിട്ട് API വെച്ചിട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ റേസർ പേ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യുക, കണക്ട് ചെയ്യാനുള്ള പറ്റുള്ള വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ചെക്കൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം കസ്റ്റമർ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പം അതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. പിന്നെ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡെലിവറി സോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഡെലിവറി സോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയാണ്. അതല്ല, അത് കൂടാതെ മറ്റൊരു ഏതെങ്കിലും ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഷിപ്പിങ്ങിൽ ഡെലിവറി സോണാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടി അഡ്വാൻസ് ആണ്, പിന്നെ കുറച്ചും കൂടി സമയം പോവുകയും ചെയ്യും. അപ്പോൾ അത് ഓൾറെഡി ഈ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രയും കാര്യങ്ങൾ ഇതിൽ അവിടെ ആഡ് ചെയ്യുന്നില്ല. താഴേക്ക് വരിക, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൊമൈൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഇവിടുന്ന് ഷോപ്പിഫൈയിൽ നിന്ന് തന്നെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റേഞ്ചർ, നെയിംചീപ്പ്, ഗോഡാഡി പോലെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൊമൈന് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഹോസ്റ്റേഞ്ചറിൽ നിന്ന് നിങ്ങൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ കണക്ട് എക്സിസ്റ്റിംഗ് ഡൊമൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഡൊമൈൻ കണക്ട് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് എന്ത് ചെയ്യും, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, കണക്ട് ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ മാനുവൽ സെറ്റപ്പ് എന്ന് കാണാൻ പറ്റും. ഇതൊന്നുമില്ല, ഈ ഒരു DNS അഡ്രസ്സ്, ഈ എക്സിസ്റ്റിംഗ് റെക്കോർഡിൽ ഈ DNS റെക്കോർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊവൈഡറുടെ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, DNS റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യമുള്ള അതിൽ കുറച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡ്സ് ഉണ്ടാവും, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗോഡാഡിയെ കാണുന്നുണ്ടെങ്കിൽ അവരെ ഒരു പേജ് ഓട്ടോമാറ്റിക്കലി ലോഡാവും. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടാവും, DNS റെക്കോർഡ്, അതൊക്കെ ഡിലീറ്റ് ചെയ്യുക.
എന്നിട്ട് ഈ ഒരു DNS റെക്കോർഡ് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും ചെയ്യാമല്ലോ, വളരെ ഈസിയാണ്. എന്നിട്ട് അവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഐ അപ്ഡേറ്റ് DNS റെക്കോർഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആവും. വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് പോയതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഡൊമൈൻ കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ചേഞ്ച് ഡൊമൈൻ ടൈപ്പ് ഇല്ലേ, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രൈമറി ഡൊമൈൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് ചിലപ്പോൾ ഒരു 4 hours അല്ലെങ്കിൽ 24 hours ഒന്നും എടുക്കില്ല, മാക്സിമം ഒരു 4 hours. ചിലപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഡൊമൈൻ ആക്റ്റീവ് ആവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നേരെ ഗൂഗിളിൽ വന്നിട്ട് DNS ചെക്കർ എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് നിങ്ങളുടെ ഡൊമൈൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡൊമൈൻ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഫുള്ള് പച്ച കത്തും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റെക്കോർഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ അടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫുള്ള് പച്ച കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിലാണ് ഡൊമൈൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഡൊമൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത്രയും ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല ചെയ്യാൻ, നമ്മുടെ സ്റ്റോർ ലൈവായി കഴിഞ്ഞു. പക്ഷേ ചില കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഡൊമൈനിലേക്ക് റീഡയറക്റ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ സ്റ്റോറിലേക്ക് വ്യൂവിലേക്ക് ഇപ്പോൾ ഈ ഒരു വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറെ പേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് എൻ്റർ പാസ്വേഡ് എന്ന് പറയും, പക്ഷേ ഒന്നും കാണിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ചില കേസിൽ ഇങ്ങനെ പറയും ഓപ്പണിംഗ് സൂണെന്നോ അല്ലെങ്കിൽ അണ്ടർ മെയിൻ്റനൻസ് എന്നൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഓരോ തീമിനനുസരിച്ചാണ് അവിടെ മെസ്സേജ് വരിക. അപ്പോൾ വേണമെന്ന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഓപ്പണിംഗ് സൂൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തീമിൽ അങ്ങനെ സെറ്റപ്പ് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു പേജ് കണ്ടില്ല, അതേപോലെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ സ്റ്റോർ ലൈവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നേരെ എഡിറ്റ് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, പാസ്വേഡ് റിമൂവ് ചെയ്യുക. പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്നുണ്ടല്ലോ, അത് ഇവിടെ എന്ത് ചെയ്യുക, ഒഴിവാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോർ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി ഇത് ലൈവ് ആക്കണം. ലൈവ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും വരിക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതേപോലെ ഒരു പേജ് ആയിരിക്കും കാണാം, ഓപ്പണിംഗ് സോണോ അതല്ലാന്നുണ്ടെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നോക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇപ്പോൾ തീമിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഡിറ്റ് പാസ്വേഡ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിഫറൻസസിൽ വന്നാൽ മതി. പ്രിഫറൻസസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ആ പാസ്വേഡ് അവിടെ വെച്ചിട്ട് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊന്നും പറ്റാത്തത് ഞാൻ ട്രയൽ വേർഷനിൽ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രയൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതവിടെ ചെയ്ത് കൊടുത്തിട്ട് നേരെ സേവ് കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോർ കംപ്ലീറ്റ് ആയി. ഷോപ്പിഫൈയിൽ എങ്ങനെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.